ഒരു മിനിറ്റ് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ മെയിൻ ആയിട്ടുള്ള നമ്മളെ പ്രൊഡക്റ്റ് ആണ് ചക്ക ഉണക്കുന്നത്. ഞാൻ രാവിലെ പറഞ്ഞു നമ്മൾ ഉണങ്ങിയ ചക്കയ്ക്ക് 400 രൂപ വിലയുണ്ട് എന്ന്. അപ്പൊ എല്ലാവർക്കും ചക്ക എല്ലാവരും ഉണക്കാറുണ്ട്. പക്ഷെ ഉണക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യമുണ്ട്. നമ്മൾ ഈ ഒരു കട്ടിയുള്ള ഭാഗമില്ലേ, ഇതിങ്ങനെ എടുത്തിട്ട് ഇവിടെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഉണക്കാനായിട്ട്. കാരണം വെച്ചാൽ ഈ സാധനം പെട്ട് കഴിഞ്ഞാൽ ചക്ക ഉണക്കിയ കഴിക്കും. ചക്ക ഉണക്കി വെച്ച പല ആളുകൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചക്ക ഉണക്കാനായിട്ട്. ഇത് ചക്ക ഉണക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിനെ 4ആയിട്ട് കീറി തിളച്ച വെള്ളത്തിൽ 3 മിനിറ്റ് മുക്കി വെക്കണം. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ, നോർമൽ വെള്ളം, അതിൽ നമ്മൾ 3 മിനിറ്റ് മുക്കി വെച്ച് വെള്ളം വാർന്നതിന് ശേഷം ഡ്രയറിൽ ഉണക്കുക. അങ്ങനെ ഉണക്കുന്ന ചക്കയ്ക്കാണ് ഞാൻ ഈ പറഞ്ഞ 400 രൂപ കിട്ടുക. നിങ്ങൾക്ക് വീട്ടിലാണെങ്കിൽ വെയിലത്ത് ഉണക്കാം. വെയിലത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു തുണി ഇടുക, അതിൽ വാട്ടിയ ചക്ക ഇടുക, മുകളിൽ വേറൊരു തുണി ഇടുക. അങ്ങനെ നിങ്ങൾക്ക് ഉണക്കിയെടുക്കാം. പക്ഷെ ഈ ഒരു ക്വാളിറ്റിയിൽ കിട്ടില്ല. നമ്മൾ പുറത്തേക്കൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ഉണക്കണം. ഉപ്പിടണ്ട, ഉപ്പ് മഞ്ഞൾപ്പൊടി ഒന്നും വേണ്ട. ഇങ്ങനെ ഉണക്കുന്ന സാധനം കാരണം എന്ന് വെച്ചാല് ഇത് നമ്മൾ ഹെൽത്ത് മിക്സ്, ബേബി പൗഡർ, പല ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാൻ ഇത് പൊടിയാക്കുന്നുണ്ട്. നിങ്ങൾ പൊടി ആരും നിങ്ങളുടെ അടുത്ത് വാങ്ങിക്കുകയില്ല. അപ്പൊ നമ്മളെ സംരംഭകരൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ പൊടി ആർക്കും വേണ്ട, എല്ലാവർക്കും ഉണക്കി ചക്ക മതി. ഒന്നും ആവില്ല, 1 വർഷം വരെ ഇരിക്കും. ഈ മുകളിലത്തെ ഭാഗം കട്ട് ചെയ്യാം. കളയണ്ട. ഇത് വെച്ചിട്ട് നമുക്ക് പപ്പടം ഉണ്ടാക്കാം, നമ്മളെ വറുത്തുപ്പേരിയില്ലേ അത് ചെയ്യാം. അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. 2 ഭാഗം നമ്മളൊരു യൂണിഫോമിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾ ഉണക്കുമ്പോ 2 ഭാഗവും ചെയ്യണമെന്നില്ല. ഇതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള സാധനം. അത് ശ്രദ്ധിക്കണം എല്ലാരും. ഓക്കെ.